Hi dear students, welcome to JEE Advanced Coaching Series Illuminating the Path of Physics. ആക്ച്വലി ഈ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് JEE അഡ്വാൻസിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്, അതിനെങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ 6 സീസൺ ആയിട്ടാണ് ഈ സീരീസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. അതിൽ ആദ്യത്തെ സീസണിലെ ആദ്യത്തെ എപ്പിസോഡാണിത്. ഓരോ സീസണും ഓരോ ടൈറ്റിലായിരിക്കും. ഇപ്പോൾ മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്യുമ്പോൾ ആ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സുകളൊക്കെ അപ്ലൈ ചെയ്ത് നമ്മളൊരു ഇക്വേഷനിലേക്ക് എത്തുന്നു. ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ ആയിരിക്കും. ആ പർപ്പസിന് ആ ഇക്വേഷൻ നമ്മൾ ആ കണ്ടീഷനായിട്ട് നമ്മൾ നേരെ അപ്ലൈ ചെയ്യുന്നു. അതിൽ തന്നെ കുറെ കൂടെ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് ഒക്കെ ക്ലബ് ചെയ്തിട്ടായിരിക്കും JEE മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രെയിം ചെയ്യാറ്. അപ്പോൾ നമുക്ക് ആ ഡെറിവേഷൻസ് അറിഞ്ഞിട്ടില്ല എങ്കിലും ഒരു പരിധി വരെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന എല്ലാ ഇക്വേഷൻസിൻ്റെയും ഡെറിവേഷൻസ് കൂടെ പഠിക്കണം. കാരണം അഡ്വാൻസിന് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നതിലെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ഡെറിവേഷനിൽ നിന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഡെറിവേഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യപ്പെടുന്നത്? അതല്ലാതെയും അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് മറ്റു പല രീതികളിലും അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ആ ഓരോ രീതികളും നമ്മൾ ഓരോരോ സീസണായിട്ട് ഓരോ സീസണിലും ഡിഫറെൻറ്റ് എപ്പിസോഡായിട്ട് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യും. ശരിക്കും അഡ്വാൻസിന് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പിന്നെ ആവർത്തിക്കപ്പെടില്ല. റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺ ഒരിക്കലും അഡ്വാൻസിന് ഉണ്ടാവില്ല. ഓരോ ഇയറിലെ ക്വസ്റ്റ്യൻസും ഒരു ഡിഫറൻറ്റ് ഫ്രെയിം വർക്കിലാണ് ഉണ്ടാവുക. പക്ഷേ എന്നാലും കോമൺ ആയിട്ട് ഫിസിക്സിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇൻറ്റൻസീവ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസിന് ഒരു പരിധി വരെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് എല്ലാ ഇക്വേഷൻസിൻ്റെയും ഡെറിവേഷൻസ് പഠിക്കുക എന്നുള്ളത്. ഒരു ഡെറിവേഷൻ പഠിക്കുമ്പോൾ അതിൽ ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. അതിൽ നിന്നും പല രീതിയിലും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യപ്പെടും. അതെങ്ങനെയെന്നാണ് നമ്മൾ ഈ സീസണിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സി, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ ഒരു കോൺസെപ്റ്റാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ഒരു ടാങ്കിൽ Y ഹൈറ്റിൽ, ആക്ച്വലി Y ഹൈറ്റ് അല്ല, ഒരു ടാങ്കിൽ H ഹൈറ്റ് വാട്ടർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സിലിണ്ടറിക്കൽ ടാങ്ക് ആണെന്ന് അസ്യൂം ചെയ്യുക. ഇതിൻ്റെ സർഫസ് ഏരിയ വരുന്നത് A ആണ്. ഈ ടാങ്കിൻ്റെ ബോട്ടമോസ്റ്റ് പോയിന്റിൽ ഒരു ഹോൾ ഉണ്ട്. ബോട്ടമോസ്റ്റ് പോയിന്റിലാവണം നിർബന്ധമില്ല, പക്ഷേ ഇപ്പം ഞാൻ കൺസിഡർ ചെയ്യുന്നത് ബോട്ടമോസ്റ്റ് പോയിന്റിൽ ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഹോളിലൂടെ വാട്ടർ ലീക്ക് ചെയ്യപ്പെടും. വാട്ടർ ലീക്ക് ചെയ്യുമ്പോൾ ഇവിടെ വാട്ടറിൻ്റെ ലെവൽ കുറഞ്ഞു വരും. സോ ദിസ് Y ഇസ് എ വാരിയബിൾ. ടോട്ടൽ ഹൈറ്റ് ഓഫ് വാട്ടർ ആണ് H. പക്ഷേ വെള്ളം ലീക്ക് ആവുന്നതിനനുസരിച്ച് ഈ ലെവൽ കുറഞ്ഞു വരും. ലെവൽ കുറയുമ്പോൾ ഈ Y എന്ന് പറയുന്നത് ഈ ബോട്ടമോസ്റ്റ് പോയിന്റിലാണ് നമ്മുടെ ഹോൾ ക്രിയേറ്റ് ചെയ്തത്. ആ ബോട്ടമോസ്റ്റ് പോയിന്റിൽ നിന്നും വാട്ടറിന്റെ ലെവലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് Y. സോ ഇത് ലീക്ക് ആവുന്നതിനനുസരിച്ച് ഈ ലെവൽ താന്നു വരുന്നുണ്ട്. Y ഇസ് എ വാരിയബിൾ. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ, ടോറിസെലീസ് ലോ, വെലോസിറ്റി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2GY ആണ്. Y എന്ന് പറയുന്നത് ഈ ഹോളിൽ നിന്നും എത്ര ഉയരത്തിൽ വാട്ടർ ഉണ്ടോ എന്നുള്ളതാണ് ഈ Y കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ടറിന്റെ ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റ് ആണ് ഈ Y. ഓക്കെ, അപ്പോൾ വെള്ളം ലീക്ക് ആവുന്നതിനനുസരിച്ച് ഈ ഹൈറ്റ് കുറഞ്ഞു വരും. അപ്പോൾ Y കുറയുന്നതിനനുസരിച്ച് ഈ ഫ്ലക്സ് ഫ്ലൂയിഡിന്റെ വെലോസിറ്റി കുറയും. ഇത്രയും നമുക്ക് അറിയുന്ന കോൺസെപ്റ്റാണ്. ഇനി we need to find the time taken to empty the tank. ഈ ടാങ്ക് കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ഔട്ട് ആവാൻ, കംപ്ലീറ്റ് ആയിട്ട് ടാങ്ക് എംപ്റ്റി ആവാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. ഇവിടെ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, ബിക്കോസ് Y ഇസ് എ വാരിയബിൾ. സോ വെലോസിറ്റി ഈസ് ഓൾസോ വാരിയബിൾ. അപ്പോൾ ലീക്ക് ആവുന്ന വാട്ടറിന്റെ വെലോസിറ്റി യൂണിഫോംലി അല്ല. സോ നമുക്ക് അവിടെ ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ കാൽക്കുലസ് യൂസ് ചെയ്യേണ്ടി വരും, ഇന്റഗ്രേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ലെറ്റ് us find out. See, according to equation of continuity we know that AV, that is flow rate, is a constant. Area into velocity is a constant. So ഇവിടെ വെള്ളം ലീക്ക് ആവുന്നതിനനുസരിച്ച്, സോ ദിസ് ഇസ് ഗ്രൗണ്ടിലേക്കാണ് വെള്ളം ലീക്ക് ആവുന്നത്. ഇവിടെ വെള്ളം ലീക്ക് ആവുന്നതിനനുസരിച്ച് മുകൾ ഭാഗത്ത് വാട്ടറിന്റെ ലെവൽ കുറഞ്ഞു വരും. സോ ഇവിടെ ഇപ്പം ഇത്രയാണ് ലെവൽ ഉള്ളത്. ആഫ്റ്റർ സം ടൈംസ് ലെവൽ താഴേക്ക് വരും, പിന്നെയും താഴേക്ക് വരും. സോ ദിസ് Y ഈസ് ചേഞ്ചിങ്. ഇനി ഇവിടെ മുകൾ ഭാഗത്തുള്ള വാട്ടറിന്റെ ഫ്രീ സർഫസിലെ സർക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് A. ഞാൻ നേരത്തെ പറഞ്ഞു സിലിണ്ടർ ഇസ് അസ്യൂം ടു ബി സിലിണ്ടറിക്കൽ, ടാങ്ക് ഇസ് അസ്യൂം ടു ബി സിലിണ്ടറിക്കൽ. സോ ഏറ്റവും മുകൾ ഭാഗത്ത് ഈ ടാങ്കിന്റെ ഈ ഒരു വലിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പായിട്ട് അസ്യൂം ചെയ്താൽ ഇവിടെയുള്ള ഏരിയ ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഈസ് ഫ്ലോ റേറ്റ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ വെള്ളത്തിന്റെ ലെവൽ കുറയുന്നതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു negative of dy divided by dt. The level of water is decreasing with respect to time. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് Y വിത്ത് റെസ്പെക്ട് ടു ടൈം എടുത്താൽ അവിടെ വെള്ളം താഴേക്ക് കുറഞ്ഞു വരുന്നതിൻ്റെ വെലോസിറ്റി കിട്ടും. ഇവിടെ മൈനസ് വരാനുള്ള കാരണം Y ഈസ് ഡിക്രീസിങ്. സോ ദാറ്റ് ഈസ് AV.
ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എ വി ഇസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം A1V1 ഇസ് ഈക്വൽ ടു A2V2. അപ്പോൾ മുകൾ ഭാഗത്തുള്ള ഫ്ലോ റേറ്റ് ആയ എ വി ആണ് ഇപ്പോൾ ഞാൻ എഴുതിയത്. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ലോവർ പോർഷനിൽ നമ്മൾ ഇവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തല്ലോ, ഇതും സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഹോളാണ്. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ലെറ്റ്സ് എ A0. അപ്പോൾ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു A0 ഇൻറ്റു ആ ലോവർ മോസ്റ്റ് പോയിന്റിൽ വാട്ടർ പുറത്തേക്ക് ഇജക്റ്റ് ഔട്ട് ചെയ്യുന്ന വെലോസിറ്റി A1. സോ ഈ മൈനസിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഓഫ് എ ഇൻറ്റു ഡി വൈ ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു A0 ഇൻറ്റു റൂട്ട് ഓഫ് 2GY. ക്ലിയർ? ദെൻ ദിസ് ഡി ടി വിച്ച് മീൻസ് ഇവിടെ ഡി വൈ ലെവൽ കുറയാൻ എടുക്കുന്ന സമയമാണ് ഡി ടി. അപ്പോൾ ആഫ്റ്റർ സം ടൈംസ് വെള്ളം പുറത്തേക്ക് ലീക്ക് ആകുമ്പോൾ ഇനീഷ്യലി ഇത്ര ലെയർ ആയിരുന്നു ഉള്ളത്, ആഫ്റ്റർ സം ടൈം ലെയർ താഴോട്ടേക്ക് വന്നു. അപ്പോൾ എത്ര കുറഞ്ഞു? ഇനീഷ്യലി ഉള്ള പൊസിഷനിൽ ഇതാ ഫൈനൽ പൊസിഷൻ, ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത്രയും ലെവൽ കുറഞ്ഞു. അപ്പോൾ ഞാൻ ഡി ടി ടൈം കൊണ്ട് കുറഞ്ഞ ഫ്ലൂയിഡിൻ്റെ ഒരു പോർഷനാണ് ഞാനിവിടെ സ്ട്രിപ്പായിട്ട് കാണിച്ചത്, ലെറ്റ്സ് ഡി വൈ. അത് കുറയാൻ എടുത്ത സമയമാണ് ഡി ടി. അപ്പോൾ നമുക്ക് ഈ ഡി ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും പോർഷൻ ഡി വൈ പോർഷൻ വാട്ടറിൻ്റെ ലെവൽ കുറയാൻ എടുത്ത സമയമാണ് ഡി ടി എങ്കിൽ ഈ മുഴുവൻ വാട്ടർ കുറയാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ വി നീഡ് ടു യൂസ് കാൽക്കുലസ്. സോ മൈനസ് ഓഫ് ഡി വൈ, ഡി ടിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ A0 ഇൻറ്റു അവിടെ ഡി ടി വരും, അവിടെ ഓൾറെഡി ഉള്ള ടേം ഇപ്പുറത്തെ സൈഡിലേക്ക് വരും, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 2GY. A0നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ മൈനസ് ഓഫ് എ ഡിവൈഡഡ് ബൈ A0 റൂട്ട് ഓഫ് 2Gയിൽ 2G കോൺസ്റ്റന്റ് ആണ്. വൈനെ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ y റേസ് ടു 1/2, y റേസ് ടു 1/2 ന്യൂമറേറ്ററിൽ dy, ദാറ്റ് ഈസ് ഈക്വൽ ടു dt. സോ dt ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ഡിവൈഡഡ് ബൈ A0 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2G. വൈനെ മുകളിലേക്ക് കൊണ്ടുപോകാം. സോ y റേസ് ടു മൈനസ് 1/2 ഇൻറ്റു dy. നൗ ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. സോ കോൺസ്റ്റന്റിലൊക്കെ പുറത്തേക്ക് വെച്ചു. സോ ഈ വാട്ടർ ലീക്ക് ആവാൻ തുടങ്ങുന്ന സമയത്തുള്ള ടൈം ലെറ്റ്സ് എ 0, T1 നമുക്ക് 0 എടുക്കാം. വാട്ടർ മൊത്തം ഡ്രെയിൻഡ് ഔട്ട് ആയി കഴിയുമ്പോഴുള്ള ടൈം T. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് ടൈം കണ്ടുപിടിക്കേണ്ടത് 0 to T ആണ് ഈ പ്രോസസ്സ് നടക്കാൻ എടുക്കുന്ന സമയം. ഇനീഷ്യലി ഇതിൽ മൊത്തം വെള്ളമുണ്ട്. വെള്ളമുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്, h. അപ്പോൾ നമുക്ക് പകുതി ഡ്രെയിൻഡ് ഔട്ട് ആവും, വിച്ച് മീൻസ് പകുതി ഭാഗം ലീക്ക് ആവാൻ എടുക്കേണ്ട സമയമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇത്രയും ഹൈറ്റിലാണ് വെള്ളം ഉള്ളത്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് അത് പകുതി ആകുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരിക h/2 ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മൊത്തം ലീക്കായി പോകേണ്ട സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് എടുക്കേണ്ടത് 0 ആണ്. മേ ബി ചില ക്വസ്റ്റ്യനിൽ, അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യനിൽ മേ ബി ഇത് പകുതി ലീക്ക് ആവാൻ എടുക്കുന്ന സമയമൊക്കെ നമ്മൾ ഇൻ ബിറ്റ്വീൻ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടെ ലിമിറ്റ് മാറ്റണം. ഓക്കെ, അപ്പോൾ ഡി ടിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വിൽ ഗെറ്റ് ടി മൈനസ് ഓഫ് എ ഡിവൈഡഡ് ബൈ A0 1 ഡിവൈഡഡ് ബൈ റൂട്ട് G ഇൻറ്റു y റേസ് ടു മൈനസ് 1/2 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ y റേസ് ടു മൈനസ് 1/2 പ്ലസ് 1 ദാറ്റ് ഇസ് 1/2 ഡിവൈഡ് ബൈ 1/2. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് 0, ലോവർ ലിമിറ്റ് h. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ അവിടെ മൈനസ് h വരും. ആ മൈനസും വെളിയിലുള്ള ഈ മൈനസും നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ ഫൈനലി യു വിൽ ഗെറ്റ് എ ഡിവൈഡഡ് ബൈ A0 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2G, this is actually G, y raised to 1/2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പോൾ റൂട്ട് h എന്ന് വരും. റൂട്ട് h ഡിവൈഡഡ് ബൈ 1/2 ഇല്ലേ, ആ 1/2 2 മുകളിലേക്ക് വരും. സോ ഇൻറ്റു 2. സോ നമുക്ക് ആ 2നെ റൂട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാം. എ ഡിവൈഡഡ് ബൈ A0 റൂട്ട് ഓഫ് 2നെ റൂട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ 2 സ്ക്വയർ ഇട്ടിട്ട് 4h ഡിവൈഡഡ് ബൈ 2G. 2 4 ഗെറ്റ് ക്യാൻസൽ ആവും. സോ ടൈം ടേക്കൺ ടു ഡ്രെയിൻ ഔട്ട് എ ഡിവൈഡഡ് ബൈ A0 റൂട്ട് ഓഫ് 2h divided by G, and this is the final equation. This is the time taken to empty the tank. ടാങ്ക് മൊത്തം കാലിയാവാൻ എടുക്കുന്ന സമയമാണിത്. സോ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടെടുത്ത ഇക്വേഷനാണ്. അപ്പോൾ ഇത് നമ്മൾ നോർമലി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഡെറിവേഷൻ ആവശ്യമില്ലല്ലോ, എൻഡ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതിയല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. എൻഡ് ഇക്വേഷൻ മാത്രം മതി JEE മെയിൻ വരെ. കാരണം JEE മെയിൻസിന് ഇതിൽ നിന്നും എന്തെങ്കിലും അപ്ലിക്കേഷനൊക്കെ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക സ്വാഭാവികമായിട്ടും. അല്ലാതെയും വരാറുണ്ട്, ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസിലും നമുക്ക് എൻഡ് ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യേണ്ടി വരാറുള്ളൂ. പക്ഷേ അഡ്വാൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഞാൻ ആ ചേഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ പകുതി ആവാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ഈ എൻഡ് ഇക്വേഷൻ കൊണ്ട്
കാര്യമില്ല. ഇത് ഡിറൈവ് ചെയ്ത മെത്തേഡിൽ ഇവിടെയാണ് നമ്മൾ അത് പകുതി ആവാൻ എടുക്കുന്ന സമയം ചോദിച്ചാൽ ഈ സൊല്യൂഷനിൽ ഇവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഈ ഡെറിവേഷൻ അറിയാതെ ഈ എൻഡ് ഇക്വേഷൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പകുതി ഡ്രെയിൻഡ് ആവാൻ അല്ലെങ്കിൽ 1/3 ആവാൻ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ പ്രൂഫ് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു പ്രയാസം ഞാൻ പറയാം. ഇത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അഡ്വാൻറ്റേജും ഞാൻ പറയാം. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. നൗ സീ ദിസ് ക്വസ്റ്റ്യൻ. ഇത് ഈ കഴിഞ്ഞ വർഷത്തെ ജെഇ അഡ്വാൻസിന് പേപ്പർ 1 ഒരു ക്വസ്റ്റ്യൻ ആണ്. സി 2 ലാർജ്, നന്നായിട്ട് ശ്രദ്ധിക്കണേ, 2 ലാർജ് ഐഡന്റിക്കൽ ടാങ്ക് 1 and 2 2 ടാങ്ക് ഉണ്ട്, കെപ്റ്റ് ഓൺ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഓഫ് ഹൈറ്റ് h. സോ ഇത് ഒന്നാമത്തെ ടാങ്കാണ്, ടാങ്ക് 1. ഇത് ഗ്രൗണ്ടിലല്ല വെച്ചത്, ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണ്, h ഹൈറ്റിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഫിൽഡ് വിത്ത് വാട്ടർ അപ് ടു എ ഹൈറ്റ് ഓഫ് h ഇൻ എ മാർക്ക്, water up to a height of h in each tank. Both tank contain an identical hole of small radius on their side, close to the bottom. So ഈ ഹോൾ ഏറ്റവും താഴെയാണുള്ളത്. ഞാൻ നേരത്തെ ഡിറൈവ് ചെയ്ത സിറ്റുവേഷനിലൊക്കെ ഹോൾ ഏറ്റവും താഴെയാണുള്ളത്. അത് മാറ്റം വന്നാലും ഈ സൊല്യൂഷനിലൊക്കെ മാറ്റം വരും. സോ അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കി നോക്കാം. എ പൈപ്പ് ഓഫ് സെയിം ഇന്റേണൽ റേഡിയസ് ടു ദാറ്റ് ഓഫ് ഹോൾ ഇസ് കണക്റ്റഡ് ടു ടാങ്ക് 2. അപ്പോൾ 2 ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ടാങ്കിന് താഴെ ഇവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തു. അതിലൂടെ വാട്ടർ ലീക്ക് ആവുന്നുണ്ടാവും. ഇനി രണ്ടാമത്തെ ടാങ്കിൽ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ആ ഹോളിന്റെ അതേ റേഡിയസ് ഉള്ള ഒരു പൈപ്പ് ഫിക്സ് ചെയ്ത് വെച്ചു. ലെറ്റ് മീ റീഡ് ഇറ്റ് വൺസ് അഗെയിൻ. എ പൈപ്പ് ഓഫ് സെയിം ഇന്റേണൽ റേഡിയസ് ആസ് ദാറ്റ് ഓഫ് ഹോൾ ഈസ് കണക്റ്റഡ് ടു ടാങ്ക് 2. രണ്ടാമത്തെ ടാങ്കിലേക്ക് മാത്രമായിട്ടൊരു പൈപ്പ് കണക്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അത് താഴോട്ടേക്ക് ഇട്ടു. h ഹൈറ്റിലാണ് ടാങ്ക് വെച്ചത്, അപ്പം അത്രയും ഹൈറ്റ് തന്നെ താഴോട്ടേക്ക് അത് തൂക്കിയിട്ടു. ആൻഡ് ദ പൈപ്പ് എൻഡ് അറ്റ് ദി ഗ്രൗണ്ട് ലെവൽ. ക്വസ്റ്റിൽ ആദ്യം പറയുന്നുണ്ട് ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഓഫ് ഹൈറ്റ് h. ടാങ്ക് വെച്ചത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ്. ബിൽഡിങ്ങിന്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിന്റെ താഴെയാണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൈപ്പ് താഴെ ഗ്രൗണ്ട് ലെവലിലേക്ക് തൂക്കിയിട്ടുണ്ട്. When water flows from the tank 1 and 2, 2 ടാങ്കിൽ നിന്ന് വാട്ടർ ഫ്ലോ ചെയ്യും. ഒന്നാമത്തെ ടാങ്കിൽ പൈപ്പ് ഒന്നുമില്ല, ഇതിലെ ഇങ്ങനെ ലീക്ക് ചെയ്തു പോകും. രണ്ടാമത്തെ ടാങ്കിൽ ഈ പൈപ്പിലൂടെ ലീക്ക് ചെയ്തു പോകും. ആൻഡ് വി നീഡ് 2 ടാങ്കും ആഫ്റ്റർ സം ടൈം എംപ്റ്റി ആവും. നമുക്ക് വേണ്ടത് ദ ടൈം ടേക്കൺ empty the tank T1 and T2 respectively. ആൻഡ് h, ആ ടാങ്ക് പ്ലേസ് ചെയ്ത ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ദാറ്റ് h is equal to 16h divided by 9 നമുക്ക് ആവശ്യമുണ്ടത്. ദെൻ ദ റേഷ്യോ ഓഫ് T1 and T2. ഈ 2 ടാങ്കിൽ നിന്നും വെള്ളം ലീക്കായി കംപ്ലീറ്റ് ആയിട്ട് ടാങ്ക് എംപ്റ്റി ആവാൻ എടുക്കുന്ന സമയം ഡിഫറൻ്റ് ആണ്. കാരണം ഒന്ന് ഏറ്റവും ലോവർ പോർഷനിൽ ഹോൾ ഇട്ട് വെച്ചു, അവിടെ തന്നെയാണ് വാട്ടർ ലീക്ക് ആവുന്നത്, ആ ബിൽഡിങ്ങിന്റെ മുകളിൽ തന്നെ. രണ്ടാമത്തത് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ആ ലോവർ ബോട്ടമിലുള്ള ഹോളിൽ നിന്ന് ഒരു പൈപ്പ് താഴേക്ക് ഇറക്കിയിട്ടുണ്ട്, ഇതിലെയാണ് ലീക്കായി പോകുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് റേഷ്യോ വേണ്ടത് T1 ആൻഡ് T2 തമ്മിലുള്ള റേഷ്യോ ആണ് വേണ്ടത്. അപ്പോൾ ഇത് നോർമൽ സിറ്റുവേഷൻ ആണ്. നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് നമ്മൾ പഠിച്ചു. ഇനി എൻഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് പഠിച്ചാലും എൻഡ് ഇക്വേഷൻ പഠിച്ചാലും ഫസ്റ്റ് സിറ്റുവേഷനിൽ നേരിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം. സോ ടൈം ടേക്കൺ ടു എംപ്റ്റി ദ ടാങ്ക് T1 is equal to A divided by A0 into root of 2H divided by G. Right? But second situation, we can't apply that equation. Second situation, ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത് ബോട്ടമിൽ ഹോൾ ഇട്ടിട്ട് അതിലെ വാട്ടർ ലീക്ക് ആവുന്ന സിറ്റുവേഷനാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ അല്ല ഇത് ഈ ക്വസ്റ്റ്യന് വേണ്ടി അഡീഷണലി അൾട്ടർ ചെയ്ത ഒരു സിറ്റുവേഷനാണ്. ഇത് ഈ ക്വസ്റ്റിൽ ഈ ഒരു സിറ്റുവേഷനാണ്, മറ്റൊരു ക്വസ്റ്റിൽ മറ്റൊരു രൂപത്തിലായിരിക്കും, വേറെ ക്വസ്റ്റിൽ വേറെ രൂപത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുന്ന എൻഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാതെ പ്രൂഫ് ഇല്ലാതെ എൻഡ് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ആ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രമേ ആപ്റ്റ് ആവുള്ളൂ. മോസ്റ്റ് ഓഫ് ദ നോർമൽ കോമ്പറ്റേറ്റീവ് എക്സാമിനും ആ ഐഡിയൽ സിറ്റുവേഷൻ വെച്ചിട്ട് മാത്രമാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പക്ഷേ അഡ്വാൻസ്ഡ് അങ്ങനെയല്ല, ഓരോ ക്വസ്റ്റ്യനും ഡിഫറൻറ്റ് സിറ്റുവേഷൻ ആയിരിക്കും, നമ്മൾ മുമ്പ് പഠിച്ച സിറ്റുവേഷൻ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഫിസിക്സിൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്ന പോലെ പുതിയൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഡെറിവേഷൻ തരുന്ന പോലെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. അതെങ്ങനെ ഡിറൈവ് ചെയ്യാനുള്ള സ്കില്ല് കിട്ടുക? അതിനോട് സിമിലർ ആയ ഡെറിവേഷൻസ് നമ്മൾ അല്ലാതെ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഡെറിവേഷൻസ് പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിലുള്ള ഇക്വേഷൻ എന്താണെന്ന് പറയണമെങ്കിൽ വി ഹാവ് ടു ഡിറൈവ്. അപ്പോൾ ഡെറിവേഷൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ കൺസെപ്റ്റും കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അഡ്വാൻസിൽ വരുന്ന ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഐ തിങ്ക് യു ഗെറ്റ് മൈ പോയിന്റ്. സി
ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇതിവിടെ മുകളിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ, താഴെയുള്ള സ്മോൾ ഏരിയ ഹോളിൻ്റെ ഏരിയ A0, അതൊക്കെ പ്രീവിയസുമായിട്ട് സെയിം തന്നെയാണ്. ഒരേ ഐഡൻറ്റിക്കൽ ടാങ്കാണ്, ഐഡൻറ്റിക്കൽ ഹോൾ എന്നൊക്കെ ഒന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സെയിം A1 V1 ഈസ് ഈക്വൽ ടു A2 V2. സിമിലർ മാനറിൽ നമുക്ക് ഡിറൈവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ A1 V1 ഈസ് ഈക്വൽ ടു A2 V2. ഇവിടെ ഇനീഷ്യലി ഇതിൻ്റെ ടാങ്കിൻ്റെ ഏരിയ A, അവിടെ വാട്ടറിൻ്റെ ലെവൽ ഡിക്രീസ് ചെയ്ത് വരുന്നു. ആ ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് അവിടുത്തെ വെലോസിറ്റി, ദാറ്റ് ഈസ് മൈനസ് ഓഫ് dy/dt. that is equal to lower portion area A0 and അവിടുത്തെ വെലോസിറ്റി ലെറ്റ് us say V2, and that V2 ടാങ്കിൻ്റെ ബോട്ടം മോസ്റ്റ് പോയിന്റിൽ നമ്മൾ ഹോൾസ് ഇടുമ്പോൾ അവിടുന്ന് വാട്ടറിൻ്റെ ഫ്രീ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് y ആണ്. ഇവിടെ അതിൻ്റെയും താഴെയാണ് നമ്മൾ ഹോൾ ഇട്ടത്. അപ്പോൾ വാട്ടറിൻ്റെ ഈ വാട്ടർ പുറത്തേക്ക് ലീക്കാവുന്ന ആ പോയിന്റിൽ നിന്നും വാട്ടറിൻ്റെ ഫ്രീ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h+y വരും. സോ ഹിയർ മൈനസ് ഓഫ് A ഇൻറ്റു dy/dt is equal to A0 into velocity V2 നമ്മൾ എന്ത് കൊടുക്കും 2h into y 2g into y plus h. ഇവിടെ ഡയറക്റ്റ് y മാത്രമേ ഉള്ളൂ ബിക്കോസ് ബോട്ടം മോസ്റ്റ് പോയിന്റിലാണ് ഹോൾ. ഇവിടെ ആ ഹോള് ഒരു പൈപ്പ് യൂസ് ചെയ്ത് നമ്മൾ അല്പം കൂടെ താഴേക്ക് നീക്കി. സോ ഈ ഫ്ലക്സ് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ടോറിസ്ലി സ്ലോ പ്രകാരം y plus h വരും. നൗ സെയിം സെനറിയോ we can apply the same method and same steps. മൈനസ് ഓഫ് A ഡിവൈഡഡ് ബൈ A0, A0നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, dy റൂട്ട് 2g ആ റൂട്ടിൻ്റെ തന്നെ അകത്തുള്ള y plus h ഞാൻ പുറത്തേക്ക് എടുത്തു, കാരണം അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ആ ഫംഗ്ഷനെ വെളിയിലേക്ക് എടുത്തു, റേസ് ടു 1/2. dt അപ്പുറത്തെ സൈഡിലേക്ക് പോയി, ദാറ്റ് ഈസ് ഈക്വൽ ടു dt. അപ്പോൾ മൈനസ് ഓഫ് A ഡിവൈഡഡ് ബൈ A0 1/√2g y plus h whole raised to minus 1/2, that is equal to dt. Integrating on both sides 0 to t. Here we have to integrate from ടാങ്കിൽ ആദ്യം വാട്ടർ ഉള്ളത് h ഹൈറ്റ് ആണ്. കംപ്ലീറ്റ്ലി എം ടി ആയി കഴിഞ്ഞാൽ വാട്ടറിൽ ആ വെള്ളത്തിൻ്റെ ലെവൽ 0 ആവും. സോ y ആണ് ഇവിടുത്തെ വാരിയബിൾ. ദിസ് ഇസ് y ആണ് വാരിയബിൾ. വൈയുടെ മാക്സിമം വാല്യൂ h. ഫുൾ വെള്ളം ലീക്ക് ആയി കഴിഞ്ഞാൽ മിനിമം വാല്യൂ 0. സോ വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഫ്രം h to 0. ഇനീഷ്യലി h, ഫൈനലി 0. Now minus of A divided by A0 1 divided by √2g y plus h all raised to 1/2 minus 1/2. y-ൻ്റെ കോഫിഷ്യൻ 1 ആണ്, h-ൻ്റെ കോഫിഷ്യൻ 1 ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ y plus h whole raised to minus 1/2 plus 1, that is 1/2. n plus 1 by n plus 1, minus 1/2 plus 1 divided by minus 1/2 plus 1, denominator 1/2, that is equal to t. So t is equal to ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാൻ നെക്സ്റ്റ് അവിടെ അപ്പർ ലിമിറ്റ് 0 to അപ്പർ ലോവർ ലിമിറ്റ് h ആണ്, അപ്പർ ലിമിറ്റ് 0 ആണ്. സോ മൈനസ് ഓഫ് A ഡിവൈഡഡ് ബൈ A0, ആ 2നെ ഞാൻ മുകളിലേക്ക് എഴുതി, 2 ഡിവൈഡഡ് ബൈ √2g y plus h all raised to 1/2. അപ്പോൾ റൂട്ട് ഓഫ് y plus h ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും h to 0. So t is equal to minus of A divided by A0 2 divided by √g. അപ്പർ ലിമിറ്റ് കൊടുത്താൽ നമുക്ക് റൂട്ട് വൈക്കാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്താൽ വിൽ ഗെറ്റ് √h, വൈക്ക് 0 കൊടുത്താൽ √h, ആൻഡ് ലോവർ ലിമിറ്റ് ഇസ് h plus h. ഈ മൈനസ് കൊണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഹിയർ വി ഹാവ് എ ബ്രാക്കറ്റ്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാര്യം തിരിഞ്ഞു വരും. സോ ടി ഈസ് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ A0. ഇവിടെ നമുക്ക് ആ ഈ 2നെ ഒരു റൂട്ട് ഇട്ടിട്ട് 4 ആക്കാം. സോ ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 4 ഡിവൈഡഡ് ബൈ 2g. ബ്രാക്കറ്റിലുള്ളത് തിരിഞ്ഞു വന്നാൽ റൂട്ട് ഓഫ് h പ്ലസ് സ്മോൾ ലെറ്റർ h മൈനസ് ക്യാപിറ്റൽ h. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്താൽ ന്യൂമറേറ്ററിലൊരു 2 വരും, റൂട്ടിൻ്റെ അകത്തുള്ള ന്യൂമറേറ്ററിലൊരു 2 വരും. ആൻഡ് എച്ചിൻ്റെ വാല്യൂ, ക്യാപിറ്റൽ എച്ചിൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 16h by that is equal to capital H, that is equal to t is equal to A divided by A0. ഇത് രണ്ടാമത്തെ ടാങ്ക് എം ടി ആവാൻ എടുക്കുന്ന സമയം ആയതുകൊണ്ട് നമുക്ക് T2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, T2. ഓക്കെ, ദെൻ റൂട്ട് ഓഫ് 2 ഡിവൈഡഡ് ബൈ g
16h by 9 plus h minus root 16h by 9. So that is T2 is equal to a divided by a0 root of 2 divided by g. ഇവിടെ 16h by 9 plus h, അപ്പോൾ 9 by 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വിൽ ഗെറ്റ് റൂട്ട് 25h by 9 മൈനസ് റൂട്ട് 16h by 9. സോ നമുക്ക് റൂട്ട് എച്ചിന് എടുത്ത് പുറത്തേക്ക് വെക്കാം. സോ T2 is equal to a divided by a0 into root of 2h by g and root of 25 by 9, that is 5 by 3 minus 16 divided by 9, that is 4 by 3. So 5 by 3 minus 4 by 3, that is 1 by 3. So T2 is equal to t divided by t0 2h by g root of 2h by g into 1 divided by 3. And this is initial time, which means tank bottommost point hole ulla ee tank inde water drain out avunna general equation നമുക്ക് കിട്ടിയ ടൈമിന്റെ ഇക്വേഷൻ ആണ് a divided by a0 root of 2h by g, a divided by a0 root of 2h by g. So T2 is equal to, that is T1 by 3. So രണ്ടാമത്തെ ടാങ്കിൽ വാട്ടർ ലീക്ക് ആവാൻ ആദ്യത്തെ ടാങ്കിന്റെ ലീക്ക് ആവാൻ എടുക്കുന്ന സമയത്തിന് 1/3 മതി. കാരണം ഇവിടെ വെള്ളം പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്ന സ്പീഡിനേക്കാൾ കൂടുതലാണ് ഈ പൈപ്പ് ഇട്ട് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ സ്പീഡിൽ ഇവിടെ ഫ്ലോ ചെയ്യും. സോ പെട്ടെന്ന് ഡ്രെയിൻ ആയിട്ടോ. സോ T2 divided by T1 have to find. Here it is T1 by T2 have to find. T1 divided by T2. T1 by T2 നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി 3 എടുത്ത് മുകളിലേക്ക് ഇടുക. സോ ദാറ്റ് ഇസ് 3. So here it is, answer is 3. Clear? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് പാർട്ടിൽ രണ്ടാമത്തെ ടാങ്കിലേക്ക് ഡയറക്റ്റ് നമുക്ക് എൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഡിറൈവ് ചെയ്യണം. ആ ഡിറൈവ് ചെയ്യാനുള്ള നോളജ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം ദി ജനറൽ ഡെറിവേഷൻസ്. ഇത്തരത്തിൽ JEE അഡ്വാൻസ്ഡ് നിരവധി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ ഫെമിലിയർ ആയിട്ട് പഠിക്കുന്ന ഇക്വേഷൻ ബട്ട് അതിൻ്റെ ഡെറിവേഷൻ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് ആ അഡ്വാൻസ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെറിവേഷൻസിലൂടെ ഫ്രെയിം ചെയ്യപ്പെടുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് അഡ്വാൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലെ ഒരു പാറ്റേൺ ആണ്. സോ ഈ പാറ്റേണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കലാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒന്നാമത്തെ സീസണിൽ നമ്മൾ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഫസ്റ്റ് എപ്പിസോഡ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡെറിവേഷൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു എക്സാമ്പിളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ JB ഫ്രം സൈലം ലേണിംഗ്. ബൈ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.